കൊളോൺ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വൂപ്പർത്താൾ സിറ്റിയിലേക്കാണ്. കൊളോണിൽ നിന്ന് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമുക്ക് വൂപ്പർത്താളിൽ എത്തിച്ചേരാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലുവ ടു കൊച്ചി മെട്രോ സർവീസ് പോലെ ഇവിടെയും ഒരു മെട്രോ സർവീസ് ഉണ്ട്. പക്ഷേ ഇത് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാലത്തിൻ്റെ അടിയിൽ തൂങ്ങിക്കിടന്ന് റൈഡ് ചെയ്യുന്ന രീതിയിലാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കാണ്. ഇതൊന്ന് നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. സാധാരണ ട്രെയിൻ സർവീസ് നടത്തുന്നത് 2 ചാനലിൽ കൂടെ വീലുകൾ റോൾ ചെയ്തിട്ടായിരിക്കും. ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി സിംഗിൾ ചാനലാണ്. അതിലൂടെ വീലുകൾ റോൾ ചെയ്യും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇത് 1901 പണി കഴിപ്പിച്ചതാണ്. അതായത് ഈ മെട്രോ റെയിൽ ജനങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 125 വർഷമായി. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ള മെട്രോ എത്തി. അതിൽ കയറാൻ അത്യാവശ്യം ആളുകളും ഉണ്ടായിരുന്നു. ഈ മെട്രോ റെയിലിന് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് സിറ്റിയിലൂടെ കടന്നു പോകുന്ന റിവറുണ്ട്, അതിൻ്റെ മുകളിലൂടെയാണ്. അതുപോലെ തന്നെ ഇത് എല്ലാ മെയിൻ ടൗണുകളെയും ബന്ധിപ്പിക്കുന്നു. ഇതിന് 20 സ്റ്റോപ്പാണ് ഉള്ളത്. ഞങ്ങൾ ഈ മെട്രോയുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതിൽ സഞ്ചരിച്ചത്. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ വൂപ്പർത്താൾ സിറ്റിയിലെ പല ടൗണുകളും നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾക്ക് ഈ യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ടു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ.